Tango Part 1 வந்து it will have a proper opening, proper midpoint, proper climax and a fantastic lead to Part 2. So writing அப்படிதான் நடந்துச்சு. என்ன எழுதணுமோ அதுதான் எடுத்திருக்கோம். 2000 കോടി ഈ സിനിമയ്ക്ക് ഒരു പ്രോപ്പർ ക്ലൈമാക്സ് ഉണ്ട്, ഇൻട്രോ ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർവെൽ ഉണ്ട്. ഇൻട്രോ ഞാൻ പറയട്ടെ, ഫ്രാൻസിസിന്റെ ആ ഒരു ഇൻട്രോ ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഇത്രയും വേഴ്സ്റ്റ് ഒരു ഇൻട്രോ ഞാൻ കണ്ടിട്ടില്ല. കോമാളിത്തരമാണ് യോഗി ബാബുവും അതേപോലെ തന്നെ നമ്മുടെ സൂര്യയൊക്കെ കൂടി ചേർന്ന് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ തിയേറ്ററിലാണ് വെച്ചാൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തിയേറ്റർ അടിച്ചു പോയി. ഇവരുടെ വെറുപ്പിക്കൽ തിയേറ്ററിന് പോലും സഹിക്കാൻ പറ്റില്ല. തിയേറ്റർ സ്ക്രീൻ അടിച്ചു പോയി. പിന്നെ അവസാനം അടിയും പക്കാണൊക്കെ കഴിഞ്ഞിട്ട് ഈ സീൻ 20 മിനിറ്റ് ഫ്രാൻസിസ് ഇൻട്രോ വീണ്ടും കാണേണ്ടി വന്നു. സോ ഇതിലും വലിയ ഗതികെട്ടവൻ വേറെ എന്തെങ്കിലും ഉണ്ടാവും? ഈ സിനിമയ്ക്ക് ക്ലാഷ് ഉണ്ടാവില്ല അത്ര എന്തില് സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോ. എന്റെ പൊന്നാണ് ആ പടം ഇറങ്ങി ഒരൊറ്റ മനുഷ്യൻ കാണാൻ പോയതല്ലേ ക്ലാഷും തേങ്ങയൊക്കെ. എന്തോന്ന് വെറുപ്പിക്കലടെ, കാട്ടപരാധം. സൂര്യ ഈസ് ബാക്ക് എന്നൊക്കെ പറയാൻ പറ്റും വേണ്ടിട്ടാണ് ഗംഗുവ സിനിമ കാണാൻ വേണ്ടി പോയത്. ഇനിയിപ്പോ ഗോ ബാക്ക് എന്ന് പറയാനുള്ള ഒരു അവസരമാണിത്. സൂര്യക്ക് തിരിച്ചു വരണം വെച്ച് നമ്മുടെ ലോകേഷ് കനകരാജോ കാർത്തിക് സുബരാജൊക്കെ വിചാരിക്കേണ്ടി വരും. 2.5 കൊല്ലം മാറ്റി വെച്ചിട്ട് അൻപാന ഫാൻസിന് വേണ്ടി ഇറക്കി വിട്ട ഒരു അപരാധമാണ് ഗംഗുവ. സോ ഹാർഷായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ വേറൊരു വഴിയില്ല. സിനിമ കാണാൻ തുടങ്ങിയപ്പോ തൊട്ട് തലവേദനയായിരുന്നു, ചെവി പൊത്തി വെക്കേണ്ട അവസ്ഥയായിരുന്നു. സോ നമുക്ക് ഈ BGM ഒക്കെ ഗൂസ് ബംസ് ആണ് തരേണ്ടത്, അല്ലെങ്കിൽ ചെവി പൊത്തി വെക്കേണ്ട അവസ്ഥയില്ല. അലർച്ച വേറെ. ഈ സിനിമയിൽ ഡയലോഗ്സിനെക്കാളും കൂടുതൽ അലർച്ചയാണ്. സോ ആദ്യത്തെ ഒരു 20 മിനിറ്റ് കാണാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ IAS IPS ഏത് വേണമെങ്കിൽ എഴുതിയെടുക്കുക. സോ സിനിമ കാണാൻ പോണതിന്റെ മുമ്പ് ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചോ, വളരെ ഉപകാരപ്പെടുന്നേ പറയാനുള്ളൂ. കാരണം ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ നമ്മുടെ സൂര്യയുടെ ഫ്രാൻസിസ് ക്യാരക്ടറിന്റെ ഒരു ഇൻട്രോ ഉണ്ട്, ദിശ പട്ടാണിക്കടലയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ യോഗി ബാബു ഉണ്ട്, കിങ്സ്ലി. വെറുപ്പിക്കുന്നവരെ എക്സ്ട്രീം വെറുപ്പിച്ചിട്ട് നരകം വഴി നമുക്ക് കാണിച്ചു തരും. സോ ഒരാൾക്ക് ഒരു ഡിപ്രഷൻ സ്ട്രെസ് ഒക്കെ കാരണം നിങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോവാണ് വെച്ചാൽ ഒരിക്കലും നിങ്ങൾ ഇത് കാണരുത് എന്ന് ഞാൻ പറഞ്ഞു. ജീവിതം വെറുത്തു പോകും. ആള് വേണിപ്പോ ആത്മഹത്യ ചെയ്യുന്നു വേണമെങ്കിൽ പറയാം. സോ ദിശ പത്താനിക്ക് എന്തിനീ സിനിമയ്ക്ക്? ആള് ഹോട്ടാണ്, സൂപ്പർ ഹോട്ടാണ്, ഫിസിക്കൊക്കെ ടേന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ബിക്കിനി കണ്ടിട്ട് സിനിമ കാണാൻ പോണ ആൾക്കാരൊന്നും ഇല്ല, വളരെ കുറവാണ്. ഈ ദേവരയില് മറ്റേ കുളിസീന് വെച്ചില്ല, അതേപോലെ തന്നെ ബിക്കിനി സീന് കാണിച്ചിട്ട് ആള് തിയേറ്ററിൽ കയറും പറഞ്ഞിട്ടാണ് ഒരു വസ്തു ആ കൊച്ചിനെ അഭിനയിക്കാറ്. 2018 ഫ്ലഡ് ഉണ്ടായപ്പോ ഇത്രയും ചാളി ഉണ്ടായി. ഈ 4 കൂടി വെറുപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ 20 മിനിറ്റ്. സോ സിനിമ തുടങ്ങുമ്പോൾ റഷ്യയിലെ ഒരു ലബോറട്ടറി, ഒരു അഡ്വാൻസ്ഡ് ബയോളജിക്കൽ ലബോറട്ടറിയാണ് കാണിക്കുന്നത്. അവിടെ വന്നിട്ട് ഈ പിള്ളേരുടെ ബ്രെയിൻ അഡ്വാൻസിങ് ആംപ്ലിഫൈയിങ് എന്തോ സംഭവം നടക്കുകയാണ്. അവിടെ വെച്ചൊരു പയ്യൻ കാണാതാവുന്നു. ആ പയ്യൻ നേരെ നമ്മുടെ ഫ്രാൻസിസ് ക്യാരക്ടറായ സൂര്യയുടെ അടുത്ത് വന്ന് പെടുന്നു. സോ അവിടുന്ന് അങ്ങടാണ് പിന്നെ പടം 1070 കാലഘട്ടവും അതേപോലെ തന്നെ 2020 കാലഘട്ടവും ഇങ്ങനെ ട്രാൻസിഷൻ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഗംഗുവ ആ ഒരു ക്യാരക്ടറിന്റെ ഇൻട്രോ അടിപൊളിയായിരുന്നു. ഗംഗ ഗംഗ ഗംഗുവ ആ ഒരു മ്യൂസിക് കിട്ടുന്നത് അത് അടിപൊളി തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് പിന്നെയും നമുക്ക് കണ്ടിരിക്കുക, കാരണം ഫസ്റ്റ് ഹാഫിൽ അലർച്ച കുറച്ച് കുറവാണ്. ആദ്യത്തെ 20 മിനിറ്റ് കണ്ടിരിക്കാൻ നല്ലോണം ക്ഷമ വേണം. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്ക് അങ്ങോട്ട് തുടങ്ങി അലർച്ചയുടെ വേറെ ലെവൽ, എക്സ്ട്രീം ലെവൽ അലർച്ച. വലത്തോട്ട് നോക്കിയിട്ട് ഒരാൾ അലറും, ഇടത്തോട്ട് നോക്കിയിട്ട് ഒരാൾ അലറും, നേരെ നോക്കിയിട്ട് അലറും. ഇതെന്തോന്നടേ ഇത്? കണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സിനിമ. മേക്കിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. അതിൽ ഈ സിനിമയിൽ എങ്ങനെയുണ്ട്, സൂര്യയുടെ ഈ ഗംഗ ഗംഗ ഗംഗുവ ഇൻട്രോ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഓരോ പാട്ടങ്ങ് ഇട്ട് കൊടുക്കണം. എന്തിനാണ് ഈ പാട്ട്? യുദ്ധത്തിന് പോകുമ്പോ വേറെ പാട്ട്, പിന്നെ യുദ്ധത്തിന്റെ ഇടയിൽ അതിലേറെ ബിറ്റാണ്. യുദ്ധത്തിന്റെ ഇടയിൽ പാസം, ഈ സീരിയൽ ലെവൽ പാസം. നമ്മൾ ഒരിക്കലും ശിവയെന്ന് കങ്കുവെന്നും പ്രതീക്ഷിക്കാൻ പാടില്ല, അണ്ണാത്തെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതന്നെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തോന്നടെ ഈ കുടുംബ സീരിയല്, കുടുംബ വിളക്കിൽ പോലും ഇത്രയും വെറുപ്പിക്കലുണ്ടാവില്ലല്ലോ. ഒരു കൊച്ചിന് സൂര്യയോട് വെറുപ്പ്, ആ ചെക്കനാണ് വെച്ചാൽ വ്യാളിപ്പായൽ തല്ലിക്കൊല്ലാൻ, അത്രയും വെറുപ്പിക്കലാണ്. അപ്പൊ സൂര്യ ആ ചെക്കനെ സോപ്പിടാൻ വേണ്ടി നോക്കുന്നു.
ഈ വാറിയർ കങ്കുവ കുറച്ച് കഴിഞ്ഞപ്പോ കോൺട്രാക്ടർ കങ്കുവയാണ്, വീട് കെട്ടിക്കൊടുക്കണു. കുറച്ച് കഴിഞ്ഞപ്പോ ഷെഫ് കങ്കുവയാണ്, ഊഞ്ഞാല് കെട്ടിക്കൊടുക്കണു. ഇതൊക്കെ യുദ്ധത്തിന്റെ ഇടയിലാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ യുദ്ധമാണ്, അതിന്റെ ഇടയിലാണ് പാട്ടും. ഈ ബ്രഹ്മാസ്ത്ര സിനിമ കണ്ടിട്ടില്ല, അതിൽ ഇവർ ആരെ രക്ഷിക്കാൻ പോണതിന്റെ ഇടയിൽ പ്രേമിക്കില്ല, അതേപോലെ തന്നെ ഇതിലുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഫ്ലാഷ് ബാക്ക് പോർഷനിൽ നമ്മുടെ കങ്കുവയ്ക്ക് ഒരു നായികയില്ല, ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നെ അടുത്ത് വെറുപ്പിക്കാൻ. സോ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ബോബി ഡിയോളിന്റെ ക്യാരക്ടർ ഈ മറ്റേ അനിമൽ ആ സിനിമ വിട്ട് പുറത്ത് വന്നിട്ടില്ല തോന്നുന്നു. ആള് ഈ ആ ഒരു വൈബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ആൾക്ക് വേണ്ടി ഡബ് ചെയ്തത്, ഇഫ് ഐ എം നോട്ട് റോങ്, ചിയാൻ വിക്രോൺ കിട്ടിലനായിട്ട് തന്നെ ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി ബ്രില്യന്റ് എന്ന് പറയാം, അത്രയും നന്നായിട്ടാണ് ഡബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ പെർഫോം ചെയ്ത് നമ്മുടെ കടൈസി ഉലകപ്പോറിലല്ല നാട്ടി ഏലിയാസ് നടരാജനൊക്കെ ഉണ്ട്. അങ്ങേരൊക്കെ വന്നിട്ട് അത്യാവശ്യം വെറുപ്പിക്കൽ തന്നെയായിരുന്നു. എല്ലാവരും ഈ സിനിമയിൽ വെറുപ്പിക്കാൻ, എല്ലാത്തിനും അലറാൻ മാത്രമേ അറിയുള്ളൂ. യുദ്ധത്തിന് പോകേണ്ടതിന് മുമ്പ് ആടി നെറുപ്പ്, അടത നെറുപ്പ്, ആയ നെറുപ്പ്, മള്ള നെറുപ്പ്, ആ പാട്ടൊക്കെ ഉണ്ട്. അതിനെ പിന്നെ ആ ചെക്കനെ ഇങ്ങനെ കുറെ സോപ്പിടാൻ നിൽക്കുക. പിന്നെ അവസാനം യുദ്ധത്തിൽ അതിന്റെ ഇടയിലും പാസ് തന്നെയാണ്. സോ ഇങ്ങേരെ പേരെന്താ, നമ്മുടെ ഡയറക്ടറിന്റെ പേര് പായമ്പുലി ശിവ, സിറുത്തൈ ശിവ. നമ്മുടെ അജിത് സാർ പറഞ്ഞു ഉത്തര സൂര്യയുടെ അടുത്ത്. ഇപ്പൊ മനസ്സിലായ ഞാൻ എന്താണ് ശിവയെ വിടാത്തത് എന്ന്. അജിത്ത് ചെയ്ത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. അതിന് മൂപ്പർക്ക് മനസ്സിലായി എന്റെ ജീവിതമോ തൊലഞ്ഞു, ഇനി ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നുണ്ടായിരുന്നു. സൂര്യ അത് അറിയാതെ പോയി ട്രാഫിക് പോയി പെട്ടു. ഇപ്പൊ കം ബാക്കിന് വരാൻ ഗോ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയായിരുന്നു, മലപ്പുറം കത്തി, അമ്പും വില്ല്, 2000 കോടി, വാ പുലർന്നിരുന്ന് കാണേണ്ടി വരും. ഇപ്പൊ അവസാനം പവനായി ശശിയായപ്പോ സമാധാനമായല്ലോ അല്ലെ. ഇപ്പൊ സാധാരണ സൂര്യയുടെ പടം മോശമാണെങ്കിൽ ആളുടെ പെർഫോമൻസ് സൂപ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് ആള് നടിപ്പിൻ നായകൻ എന്നൊക്കെ പറയുന്നത്. ഇതിലെന്തോന്ന് പഴയ ആസിഫ് അലിക്ക് പഠിക്കുന്ന പോലെയാണ് തോന്നിയത്. ചെവി അടിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ടുവേർഡ്സ് എൻഡിൽ സൂപ്പർ ക്യാമിയോ വരുന്നുണ്ട്. അത് അടുത്തൊരു കോമാളിയായിട്ടാണ് തോന്നുന്നത്. അത് ഇങ്ങനെ വെറുപ്പിക്കില്ല. എന്താണ് ഈ